എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാരെല്ലാവരും നിരന്നു നിന്ന് ഇപ്പൊ 900നെ തകർക്കാനായി റെഡിയായിട്ട് നിൽക്കും. അതേസമയം ഇവിടെയാണെങ്കിൽ ഇപ്പൊ ലോലയ്ക്ക് അവളുടെ കാമുകനെ തിരികെ കിട്ടി. നാമിക്കാണെങ്കിൽ അവളുടെ ജീവിതവും. നാമി പറയും താങ്ക് യു സോ മച്ച്, നീയാണ് എന്നെ രക്ഷിച്ചത്. അതിന് ലോല, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഗഗ്ഗോമുറിയ സ്ട്രോ ഹാറ്റ് പൈലറ്റിന്റെ ഷാഡോ അതെടുത്ത് ആ 900ന് കൊടുത്തു കഴിഞ്ഞു. അവൻ ഈ ഒരു ഐലാൻഡ് അത് ഓൾമോസ്റ്റ് ഇപ്പൊ മുഴുവനായിട്ട് തകർത്തിരിക്കുകയാണ്. അത് കേട്ട് നാമി അവൾ ഷോക്കാവും. കാരണം ഗഗ്ഗോമുറിയ ലൂഫിയുടെ ഷാഡോ ആർക്കോ കൊടുക്കുന്നതായിട്ട് അവൾ കണ്ടിരുന്നു. അപ്പൊ ലൂഫിയുടെ ഷാഡോ ഉള്ള വലിയ ജയന്റ് അത് വേക്കപ്പായി എന്ന് അവൾക്ക് മനസ്സിലാവും. ഉടനെ ലോല പറയും ഇനി ഇവിടുത്തെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം, ഇത് എന്റെയും എന്റെ ഇൻവിസിബിൾ മാന്റെയും പ്രൈവറ്റ് മൊമെന്റ്സ് ആണെന്ന് പറഞ്ഞ് അവളിപ്പോ അവന്റെ ദേഹത്ത് കയറി ചാടിത്തുള്ളി കളിക്കുകയാണ്. നാമി ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം അവിടുന്ന് പുറത്തേക്ക് ഓടും. പക്ഷേ വെറും കൈയോടെ പോകാൻ അവളുടെ മനസ്സ് അനുവദിക്കില്ല. പോകുന്നതിന് മുൻപ് ആ ട്രഷർ മുഴുവൻ കണ്ടെത്തി കപ്പലിൽ കയറ്റണം. അവൾ ലോല പറഞ്ഞു കൊടുത്ത വഴിയൊക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ഇപ്പൊ ആ ഒരു ട്രഷർ റൂമിലേക്ക് വരികയാണ്. പക്ഷേ അവിടെ ട്രഷർ പോയിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. അവിടെ മുഴുവൻ കാലിയായി കിടക്കുകയാണ്. അപ്പോഴായിരിക്കും രണ്ട് വൈൽഡ് സോംബികള് അവിടേക്ക് വരിക. അവളെ കണ്ട് പേടിച്ച് അവറ്റകൾ ഓടാൻ ശ്രമിക്കുമ്പോഴേക്കും നാമി അവൾ അവറ്റകളെ രണ്ടുപേരെയും പിടിച്ച് അവരോട് ചോദിക്കും ഇവിടെ ഉണ്ടായിരുന്ന ആ ട്രഷറൊക്കെ എവിടെ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ 900 അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കണ്ട് അവരുടെ അടുത്തേക്ക് ചാടി വരും. ഉടനെ ഉസോപ്പ് പറയും നിങ്ങൾ രണ്ടുപേരും അവന്റെ സൈസ് കണ്ടില്ലേ, അടിക്കാൻ പോയിട്ട് ഒന്ന് തൊടാൻ പോലും നിങ്ങളെ കൊണ്ട് പറ്റുമോ. പക്ഷെ അവർക്കാണെങ്കിൽ അപ്പോഴും കാര്യമായിട്ട് ഭാവവ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. മറ്റൊരു ഭാഗത്ത് റോബിൻ അവളാണെങ്കിൽ അവന്റെ തല അതാദ്യം ലോക്ക് ചെയ്താലോ എന്നൊക്കെ കൂലങ്കക്ഷമായിട്ട് ആലോചിക്കുകയാണ്. ഫ്രാങ്കി ആണെങ്കിൽ അവൻ പുറകെ ഇരുട്ടടി അടിക്കാന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും അവരുടെ സ്ട്രാറ്റജി കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാണ്. പക്ഷെ ഉസോപ്പ് അവന് മാത്രം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അവന്റെ ഹാർട്ട് ബീറ്റ് അതങ്ങനെ കൂടിക്കൂടി വരും. അടുത്ത സെക്കൻഡ് 900 അവനെ എടുത്തു ചാടി നമ്മുടെ ആൾക്കാരുടെ മുൻപിലേക്ക് വന്നൊരൊറ്റ ഇരുത്തം. അത് കാണേണ്ട താമസം ജീവൻ പോയി. അത്രയും നേരവും പ്ലാൻ ചെയ്തോണ്ടിരുന്ന ആൾക്കാര് ഇപ്പൊ നാനാ വഴിക്ക് ഓടും. 900 കൈ നീട്ടി ഇപ്പൊ ഫ്രാങ്കിയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ സോറോ ജസ്റ്റ് മിസ്സിന് ഇപ്പൊ ഫ്രാങ്കിയെ രക്ഷിക്കും. പക്ഷെ ഫ്രാങ്കി അവനാണെങ്കിൽ ഇപ്പൊ ദേഷ്യം കൂടി വരും. അവനിപ്പോ ഉസോപ്പിന്റെ ചോപ്പറിന്റെ അടുത്തേക്ക് ഉഷാറായിട്ട് ഓടും. ഞങ്ങളുടെ 15ാം തടവ് അത് കാണിച്ചു തരാന്ന് പറഞ്ഞ് ഫ്രാങ്കി ആണെങ്കിൽ അവർ രണ്ടുപേരെ വിളിക്കാനായിട്ട് തുടങ്ങും. ഉസോപ്പ് ആണെങ്കിൽ അത് കേട്ട് വണ്ടടിക്കും. നീ എന്താ പറയണേ, 15ാം തടവോ, ഇതിപ്പോ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോ അതിന് ഫ്രാങ്കി പറയും പറ്റും. അതിനുശേഷം അവൻ സോറയോടും സാഞ്ചിയോടും ഒരു സ്ഥലത്ത് നിന്ന് ഫ്രാങ്കിയെ മുകളിലേക്ക് ഉയർത്താൻ പറയും. ഫ്രാങ്കി ആണെങ്കിൽ ചോപ്പറിനെയും ഉസോപ്പിനെയും റോബിനെയും തൂക്കിയെടുക്കും. അതിനുശേഷം സാഞ്ചിയുടെയും സോറോയുടെയും ഷോൾഡറിലേക്ക് ചാടിക്കയറും. പക്ഷെ റോബിനാണെങ്കിൽ ഇടയിൽ താഴെ പോവും. ഫ്രാങ്ക് റോബിനെ നോക്കി പറയും റോബിൻ എത്രയും പെട്ടെന്ന് എന്റെ കയ്യിലേക്ക് കയറ്, ഇതാണ് കറക്റ്റ് സമയം, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് വേണം ഇതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ. പക്ഷെ റോബിൻ തീർത്തു പറയും ഞാനൊരു പെൺകുട്ടിയാണ്, നിങ്ങളെപ്പോലെ ഇങ്ങനെ ചീപ്പായിട്ട് ഫൈറ്റ് ചെയ്ത് എന്റെ വില കളയാൻ എന്നെ കൊണ്ടാവില്ല. അത് കേട്ട് നമ്മുടെ ചെക്കന്മാര് നാണം കെട്ടുപോകും. ആ ഗ്യാപ്പിൽ 900 അങ്ങനെ കാലുമടക്കി ഒരൊറ്റ അടി കിട്ടി. ഫ്രാങ്കിയും ചോപ്പറും ഉസോപ്പും അവര് തെറിച്ചു പോയി എവിടേക്കോ വീഴും. ഉടനെ ഫ്രാങ്കിയും ചോപ്പറും ഉസോപ്പും അവർ വീണ്ടും അവരുടെ പഴയ അറ്റാക്കിന് വേണ്ടി തയ്യാറെടുക്കും. അതേസമയം സോറോയും സാഞ്ചിയും അവരാണെങ്കിൽ ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. സോറോ ആണെങ്കിൽ ഫ്രാങ്കിയുടെ ഒരു നുഞ്ചാക്ക് അതെടുത്ത് 900ന് നേരെ വലിച്ചെറിയും. സാഞ്ചി ആണെങ്കിൽ അവന്റെ കയ്യിൽ കിട്ടിയ കല്ലുകള് അത് അച്ചറം പൊച്ചറം അവന് നേരെ എറിയാണ്. കാരണം ഇവനെ തകർത്ത് എത്രയും പെട്ടെന്ന് സാഞ്ചിക്ക് നാമിയുടെ അടുത്തെത്തണം, അവളെ രക്ഷിച്ചേ പറ്റൂ. കട്ട് ചെയ്താ ഇവിടെ ബ്രൂക്ക് അവൻ കാര്യമായിട്ട് എന്തോ അന്വേഷിച്ച് ആ മാൻഷനിലൂടെ കയറി ഇറങ്ങി നടക്കുകയാണ്. അങ്ങനെ ഒരുപാട് നേരം അന്വേഷിച്ച് അവനിപ്പോ ഒരു റൂമിലേക്ക് വരും. അവിടെയാണെങ്കിൽ ആരെയൊക്കെയോ അടിച്ചും ഇടിച്ചും ഒക്കെ ഒരു മൂലയ്ക്ക് ഇട്ടിരിക്കുന്നതായിട്ട് അവൻ കാണും. അപ്പൊ അവന്റെ കാലില് ഇപ്പൊ ഒരു മിൽക്ക് ബോട്ടിൽ തട്ടുകയാണ്. വാവ്, ഞാൻ അന്വേഷിച്ച് നടന്നത് അതിപ്പോ എന്റെ കാല് തേടി വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് അവൻ ആ ബോട്ടിലെടുക്കും. മറ്റുള്ളവർ രക്ഷിക്കണമെങ്കിൽ എനിക്കിത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവൻ ആ പാല് മുഴുവൻ ഇപ്പൊ മടക്കെന്ന് കുടിക്കും. അത് കുടിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ അവന്റെ ബോഡി അതങ്ങനെ പ്രകാശിക്കുകയാണ്. അവനാണെങ്കിൽ ഇപ്പൊ നല്ല സ്ട്രെങ്ത് കിട്ടും. അടുത്തുള്ള ഒരു ഡോറ്
അതവൻ ചവിട്ടി പൊട്ടിച്ച് ആ റൂമില് ഒരുപാട് ചാക്കുകൾക്കിടയിൽ നിന്ന് ഒരു ചാക്ക് പുറത്തേക്ക് എടുക്കും. അവൻ ആ ചാക്ക് തുറന്ന് അതിൽ നിന്ന് എന്തോ എടുത്ത് ഇപ്പൊ കഴിക്കും. ഇപ്പൊ വില്ലെത്തി അവളാണെങ്കിൽ 1000 സണ്ണി കപ്പലിനകത്തേക്ക് ആ അയലാൻഡിലുള്ള ട്രഷറും ഫുഡും എല്ലാം തന്നെ ഇപ്പൊ സോംബികളെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ അതിൽ ഒരു സോംബി ഇപ്പൊ വിളിച്ചു പറയും, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ ഫ്രിഡ്ജിൽ ഫില്ലായി, ഇനി അതിൽ വെക്കാൻ സമയമില്ല. അവൾ ചോദിക്കും, കപ്പൽ പാൻട്രി ഇല്ലേ? അതിനാ സോംബി ഉണ്ടെന്ന് പറഞ്ഞ് തലയാട്ടും. അവള് പറയും, ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് അവിടേക്ക് കൊണ്ടുപോകും, ഒട്ടും സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് ഇവിടെയുള്ള ട്രഷറും ഫുഡും ഒക്കെ ഫില്ല് ചെയ്ത് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. ഈ കാര്യം എങ്ങാൻ നാമി അറിയാണെങ്കിൽ അവള് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. കാരണം നമ്മുടെ ആൾക്കാർ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പൊ അവള് ചെയ്യുന്നത്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ സോറോ അവനാണെങ്കിൽ കയ്യിലുള്ള നുഞ്ചാക്ക് വെച്ച് 900നെ ഇപ്പൊ അച്ചറം പുച്ചറം അടിച്ചു കൊണ്ടേയിരിക്കും. 900ന് ക്ഷമ നശിച്ച് അവൻ കൈ ചുരുട്ടി ഇപ്പൊ സാഞ്ചി ഇട്ടിക്കാനായിട്ട് ഓങ്ങി വരും. അത് കണ്ട് സാഞ്ചി അവൻ ഉസോപ്പിനോട് നിലവിളിച്ചു പറയും, ഉസോപ്പ് അവൻ താഴേക്ക് എത്തിക്കഴിഞ്ഞു, നിന്റെ ട്രിക്ക് യൂസ് ചെയ്യ്. കൈ നിലത്ത് വന്ന് അടിക്കുന്ന ഗ്യാപ്പില് ഉസോപ്പ് ആ ഒരു ഓയില് അവന്റെ കയ്യിൽ ഒഴിക്കും. അപ്പൊ സോറോ വിളിച്ചു പറയും, സാഞ്ചി എന്നെ മുകളിലേക്ക് കൊണ്ടുപോ. സാഞ്ചി ഒന്നും നോക്കില്ല, കാലങ്ങനെ നീട്ടിക്കൊണ്ടുവന്ന് സോറോയുടെ നിതംബത്തിൽ തന്നെ ഒരൊറ്റ ചവിട്ട്. ആ ഫോഴ്സിൽ സോറോ അവൻ ആ നുഞ്ചാക്കും കൊണ്ട് 900ന്റെ അടുത്തേക്ക് ഫ്ലൈ ചെയ്തു പോവും. സോറ അങ്ങനെ ചാടി വന്ന് അവന്റെ കയ്യില് നുഞ്ചാക്ക് വെച്ച് ആഞ്ഞടിക്കും. ആ ഗ്യാപ്പില് റോബിൻ അവൾ ഒരുപാട് കൈകള് അവന്റെ മുതുകില് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരും. ആ കൈ മുഴുവൻ ഉപയോഗിച്ച് അവളൊരു വലിയ കൈ ഉണ്ടാക്കും. സോറോ നുഞ്ചാക്ക് ഉപയോഗിച്ച് ആഞ്ഞടിച്ച ആ ഒരു കൈ അത് ആ കൈ വെച്ച് അവള് പിടിച്ച് വലിച്ച് പുറകിലേക്ക് ലോക്ക് ചെയ്യും. 900നാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവില്ല. ഒരു കൈ ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്, മറ്റൊരു കൈ ഇപ്പൊ ഓയിലില് സ്ലിപ്പ് ആവുകയാണ്. ഉടനെ ഫ്രാങ്കിയും ചോപ്പറും അവർ രണ്ടുപേരും വുഡൊക്കെ എടുത്ത് സ്റ്റെയർ ക്രിയേറ്റ് ചെയ്ത് അവന്റെ തൊട്ടടുത്തേക്ക് വന്ന് അവരുടെ രണ്ടുപേരുടെയും ഫുൾ സ്ട്രെങ്തില് അവന്റെ മുഖത്ത് ആഞ്ഞൊരിട്ടി. അവന്റെ ഫേസിൽ തന്നെയാണ് അവർ രണ്ടുപേരും ആഞ്ഞിട്ടിച്ചിരിക്കുന്നത്. സോ അവന്റെ ജോ ഇപ്പോ ഒരു ഭാഗത്തേക്ക് ഇളകി ആടും. തല പൊട്ടുന്ന വേദനയില് അത് നിലവിളിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് നമ്മുടെ സാഞ്ചി അവനാണെങ്കിൽ 900 ബാലൻസ് ചെയ്യുന്ന ആ ഒരൊറ്റക്കാല് അതിൽ നോക്കി നിൽക്കും. നീ ഇനി ഈ കാല് കുത്തി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സാഞ്ചി അവനങ്ങനെ ചാടി വീണ് ആ കാലില് ആഞ്ഞു ചവിട്ടുകയാണ്. പക്ഷെ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് അതിൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും. സാഞ്ചി വീണ്ടും ഒരു ചവിട്ടൂടെ കൊടുക്കും. ആ ചവിട്ടില് അവന്റെ കൺട്രോൾ പോയി ആട്ടിച്ച് താഴെ വീഴും. വാവ്, ആട്ടിപ്പൊളി എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ സോറോ അവൻ തുള്ളിച്ചാടും. അത് വീണ വീഴ്ചയില് ആ ത്രില്ലർ പാർക്ക് അതങ്ങനെ കിട്ടിങ്ങി വിറയ്ക്കാണ്. ഉസോപ്പ് പറയും, ഇപ്പൊ മനസ്സിലായോ ഞങ്ങളുടെ പവർ എന്താണെന്ന്? ഞങ്ങളോട് കളിക്കാൻ നീ ആയിട്ടില്ല, ഒരു കാരണവശാലും നിനക്കതിന് കഴിയില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് 900 തലകുത്തി വീണ് കിടക്കുന്ന ആ ഒരു സീൻ കാണിക്കും. സോംബീസ് ആണെങ്കിൽ ആ കാഴ്ച കണ്ട് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. ദിസ് ഈസ് അൺബിലീവബിൾ. ആരൊക്കെ വിചാരിച്ചാലും മലർത്തി അടിക്കാൻ കഴിയാത്ത അത്രയും വലിയ 900 സോംബിയെ ലൂഫി ആൻഡ് ടീം തകർത്ത് താഴെയിട്ടു. ഇവിടെ ചുന്ദരിപ്പെണ്ണ് വില്ലെത്തി അവളും ആ കാഴ്ച കണ്ട് വണ്ടറടിക്കും. അൺബിലീവബിൾ. ഇത്രയും വലിയ സോംബിയെ അവരെല്ലാവരും ചേർന്ന് മലർത്തി അടിച്ചോ? 900 ആണെങ്കിൽ അവന്റെ കാലൊക്കെ മുകളിലേക്ക് നീട്ടിപ്പിടിച്ച് കാലിട്ട് അടിക്കുകയാണ്. ഇവിടെ ഈ ചുന്ദരിപ്പെണ്ണ് വില്ലെത്തി അവൾ വെറും ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണ് ഗക്കോ മുറിയുടെ കൂടെ കൂടിയത്. നീ ഇവിടെ നിന്നാ അത് ജീവൻ ആപത്താണെന്ന് പറഞ്ഞ് അവള് വേഗം അവളുടെ സോംബികളോട് റെഡിയായി കപ്പലിലേക്ക് കയറാൻ പറയും. ഉടനെ വീണ്ടും സോംബീസുകളെല്ലാം തന്നെ ആവേശത്തില് സാധനങ്ങൾ കയറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോഴാണ് രണ്ട് സോംബികളുടെ മുൻപിലേക്ക് കരടിയുടെ രൂപമുള്ള ഏതോ ഒരു സാധനം അങ്ങനെ വന്ന് നിൽക്കുക. അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ അവറ്റകളോട് ചോദിക്കും, നിങ്ങളുടെ ബോസ് ഗക്കോ മുറിയ അവൻ എവിടെയുണ്ട്? അവന്റെ നിപ്പും ഭാവവും ചോദ്യമൊക്കെ കണ്ട് അവറ്റകൾ പേടിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.